കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുക. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. ഈ വാക്യങ്ങൾ നമുക്ക് ഏവർക്കും പരിചിതമാണ്. യേശുവിൻ്റെ സ്നാപക യോഹന്നാൻ്റെ സ്നാനത്തിന് ശേഷം യേശു കർത്താവിനെ സ്നാപക യോഹന്നാൻ സ്നാനപ്പെടുത്തുകയും അതിനുശേഷം നമ്മൾ ആ ഭാഗം വായിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വെളിപ്പെട്ട് വരികയാണ്, അല്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ അനന്തരമായിട്ട് അടുത്ത സ്തോത്രം യേശുവിനെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണ്. എവിടേക്ക്? മരുഭൂമിയിലേക്ക് പോകാൻ വേണ്ടി, അല്ലേ. അപ്പം ചില മരുഭൂമിയുടെ അവസ്ഥകൾ അല്ലെങ്കിൽ ചില കഷ്ടതകൾ ചിലപ്പോൾ അതൊരു നിർബന്ധമായിരിക്കും. ആരെടുക്കുക? പരിശുദ്ധാത്മാവിനത് നിർബന്ധമായിരിക്കും. അത് നമ്മൾ അനുഭവിച്ച് തന്നെ ആകണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും, നമ്മളുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നത് ദൈവത്തിന് ഇഷ്ടമായിട്ടാണോ, ഇല്ലെങ്കിൽ ദൈവം സ്തോത്രം ഇഷ്ടപ്പെട്ട് നമ്മൾ സങ്കടപ്പെടുന്നതും നമ്മൾ വേദനിക്കുന്നതും നമ്മൾ ഭാരപ്പെടുന്നതും ദൈവത്തിന് കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണോ എന്ന് ചിന്തിക്കുന്ന ഒരു മേഖല അതിനകത്തുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് ചിന്തിച്ചാൽ അതൊരു നിർബന്ധമാണ്. ആരുടെ? പരിശുദ്ധാത്മാവിൻ്റെ നിർബന്ധം. എന്തിനു വേണ്ടിയാണ്? അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവരേണ്ടതിനാണ് സ്വർഗം മരുഭൂമിയിലേക്ക് നമ്മളെ നിർബന്ധിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ സ്നാനത്തിന് അനന്തരമായിട്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ സാത്താനാൽ 40 ദിവസം പരീക്ഷിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, 1 മരുഭൂമിയാണ്, 2 പിശാചിനാലുള്ള പരീക്ഷ. സ്തോത്രം. അടുത്ത് പറയുന്ന ഭാഗം 3-ാമത്തെ ശ്രദ്ധിക്കണം, കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. അപ്പം മുഴുവൻ മേഖലകളും പ്രതികൂലമാണ്. 1 മരുഭൂമിയാണ്, 2 പിശാചിനാലാണ് പരീക്ഷ, 3 കാട്ടുമൃഗങ്ങളോടൊപ്പമായിരുന്നു വാസം. അപ്പം ഒരു തലത്തിലും ഒരു മേഖലയിലും എന്ത് ചെയ്യത്തില്ല, മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ സ്വസ്ഥത എന്തെന്നറിയാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥ അവിടെ കടന്നു വരികയാണ്. പക്ഷേ ആ ഭാഗത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ച് പോന്നു. അപ്പോൾ മരുഭൂമിയുടെ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നാലും മരുഭൂമിയുടെ മേഖലകൾ ജീവിതത്തിൽ കടന്നു വന്നാലും പ്രൈസലോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഭാരപ്പെടേണ്ട, ദൈവത്തിൻ്റെ ദൂതൻ നമ്മളെ ശുശ്രൂഷിക്കുമെന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്. അപ്പോൾ മരുഭൂമി വരാം, 2 പിശാചിനാൽ നമ്മൾ പരീക്ഷിക്കപ്പെടാം, 3 സ്തോത്രം കാട്ടുമൃഗങ്ങളോടുകൂടെ നമ്മൾ വാസം ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ എല്ലാറ്റിൻ്റെയും നടുവിലും ദൈവത്തിൻ്റെ ഒരു കരുതൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. തിരുവചനം അങ്ങനെ തന്നെ പറയുന്ന ആ പരീക്ഷണ ഘട്ടത്തിൽ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ, ആ പ്രയാസഘട്ടത്തിൽ എന്ത് ചെയ്തു? ദൈവം അവനെ ദൈവത്തിൻ്റെ ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം ഒറ്റയ്ക്കെന്ന് ചിന്തിക്കരുത്. നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടാതെ, നമ്മുടെ പ്രതിസന്ധികൾ തളർന്നു പോകാതെ, വീണു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചു മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടെ നിന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. അനേകായിരങ്ങൾക്ക് ഇത് പ്രയോജനകരമായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.